ഹലോ, ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ റൂം കാണിക്കാനായിട്ടാണ്. നമുക്കത് കണ്ടാലോ കൂട്ടുകാരെ? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഭംഗിയുമില്ലാത്തൊരു റൂമാണെങ്കിലും കുറച്ച് വരച്ചും അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്കത് നേരെ വീഡിയോയിലേക്ക് പോയാലോ? കം ലെറ്റ്സ് ഗോ. ഇതാണ് എൻ്റെ റൂം. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു പില്ലോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ദേ ബെഡ്ഷീറ്റ്, പുതപ്പ്, ഒരു കുട്ടി ഡോളും കൂടിയുണ്ട്. പിന്നെ ഈ ഒരു രണ്ടെണ്ണം എന്ന് വെച്ചാൽ നമ്മളുടെ നാളെ ഇടാനായിട്ടുള്ളൊരു പൂക്കളമാണ്. ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് കണ്ടോ, എൻ്റെ ഡോളാണ്. വേറെ ഇത് 6 ഒക്കെ ഉണ്ട് എനിക്ക് ഡോളായിട്ട്. പിന്നെ ഞാൻ ആ സ്കെച്ച് വരച്ചതൊക്കെ ഇവിടെ കയറ്റി വെച്ചൊക്കെയാണ്. പിന്നെ ഇത് പുതപ്പുകളാണ്. പിന്നെ ഇത് ആ ബെഡ്ഷീറ്റ് തന്നെയാണ്. ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ റൂം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെയല്ലേ കൊച്ചു കൊച്ചു സന്തോഷം നിറഞ്ഞു വന്നത്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് കിട്ടിയിട്ടില്ലേ? എനിക്കും ജീവിക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഭാഗ്യവാനായിട്ടുള്ള ചിലവരുണ്ടാവും. അവരെക്കാട്ടിയൊക്കെ നമ്മളും ഭാഗ്യവാനൊന്നും അല്ലല്ലോ, അല്ലേ? സ്നേഹിച്ച് വളർന്ന, സ്നേഹിച്ച് ജീവിക്കാം എന്നറിയില്ലേ, അല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ വീടൊക്കെ കാണിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പെരുമ്പളം പാലത്തിനെ കുറിച്ച് പറയാം കേട്ടോ. അറിയാമോ, ഞാനിപ്പോൾ വന്നേക്കുന്നത് എൻ്റെ മമ്മീൻ്റെ വീട്ടിലാണ്. അപ്പോൾ അത് വടുതല വടുതല ചെറുകിട എന്നിട്ട് പാട്ടുണ്ടല്ലോ. ഓക്കെ, വടുതല സൈഡിലാണ്. ആലപ്പുഴയാണ്, അരൂരിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം. വടുതല, അവിടെയാണ് എൻ്റെ മമ്മീൻ്റെ വീട്. അപ്പോൾ നിങ്ങൾക്കറിയാമോ പെരുമ്പളം പാലമൊക്കെ? അവിടെയാണ് അവിടെ സ്ഥലം കേട്ടോ. ഞാൻ ഇന്ന് പെരുമ്പളം പാലം കാണാൻ പോയി. ഭയങ്കര നീട്ടം. എൻ്റെ താഴെ നോക്കിയിട്ട് ഞാൻ തന്നെ പേടിച്ച് നിറച്ചെന്ന് വെച്ചാൽ അത്രയും ഉള്ളിൽ വിറച്ച് നിന്നതാണ്. അപ്പോൾ കണ്ടിട്ടുണ്ടാകും, വാർത്തയിലൊക്കെ വന്നിട്ടുണ്ടാകും, ഓ പെരുമ്പളം പാലം കാണാൻ പോയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഞങ്ങൾ പോയപ്പോൾ നമുക്ക് കിട്ടിയതേ ഇല്ല. അവിടെ നോക്കാനും പോലും കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ മമ്മി ഫാദർക്ക് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ. പക്ഷെ ഞങ്ങൾ പോയി പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ഡേ വെളുപ്പിനെയാണ് ഞങ്ങൾ പോയത്. നല്ലൊരു കൊച്ചുങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ വെളുപ്പിന് ചിലവർ പോയിട്ടുണ്ടായിരുന്നു. സത്യമായിട്ട് ഞാനീ പറയുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷങ്ങളാണ് നമുക്ക് നിറഞ്ഞു കിട്ടുന്നത് എന്ന് ഞാൻ പറയുന്നു. എപ്പോഴും സന്തോഷം നിറഞ്ഞു നിന്നാലേ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സ്നേഹവും നിറഞ്ഞു നിൽക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ടാറ്റാ.